തേങ്ങാപ്പാൽ ഒഴിച്ച് തയ്യാറാക്കിയെടുക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നെയ്മീൻ കറിയുടെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു കറി പൊറോട്ട, ഇടിയപ്പം, അപ്പം ഇങ്ങനെയുള്ള ഐറ്റംസിൻ്റെ കൂടെയൊക്കെയാണ് കേട്ടോ സെർവ് ചെയ്യുന്നത്. ക്ലീൻ ചെയ്ത് ഒരു 15 പീസോളം മീനൊന്ന് എടുത്തിട്ടുണ്ട്, കഷ്ണങ്ങളാക്കിയത്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, ചെറിയൊരു നാരങ്ങ ഒന്ന് പിഴിഞ്ഞ് അതിൻ്റെ ഒരു ജ്യൂസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു മീനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. ആ ഒരു മസാലയൊക്കെ ഒന്ന് പിടിച്ച് വരട്ടെ. അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് ഞാൻ വേറൊരു കടായിലോട്ട് 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 4 സവാള ഒന്ന് ചെറുതായിട്ട് മുറിച്ചതാണ്, അതൊന്ന് ചേർത്തൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സവാള ഒന്ന് ഒതുങ്ങി വരട്ടെ. ആ ഒരു ടൈം കൊണ്ട് നമുക്ക് വേറൊരു പാന് വേറൊടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് ഈ മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണേ. ചെറിയൊരു ഷാലോ ഫ്രൈ മതി, ഓവറായിട്ട് നമ്മളിതങ്ങ് മുരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു മീനൊക്കെ ഒന്ന് കുക്കായി വരുന്ന സമയം കൊണ്ട് തന്നെ ആ ഒരു സവാളയൊക്കെ ഒന്ന് ഏകദേശം ഒന്ന് ആയി വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്കിൻ്റെ ഒരു 3 ടേബിൾ സ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ടുള്ള ഒരു കൂട്ടാണ് കേട്ടോ. അതും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് തന്നെ ഒരു മീനൊന്ന് ഒരു സൈഡ് ആയി വരുന്ന സമയത്ത് നമുക്ക് തിരിച്ച് വെച്ചെടുക്കാം. അപ്പോൾ 2 സൈഡും ഒരു 4-5 മിനിറ്റ് അത്രയും മതി. ആ ഒരു ടൈം കൊണ്ട് തന്നെ ഇതൊന്ന് കുക്കായി കിട്ടിക്കോളും. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് റെഡിയാക്കിയിട്ടൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ആ ഒരു ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെയൊക്കെ ഒരു പച്ച ചുവന്ന് മാറി വന്നതിന് ശേഷം 2 തക്കാളി ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കുറച്ചിപ്പോൾ ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വഴറ്റിയാൽ മതി, തക്കാളി ഉടയാനായിട്ടൊന്നും നിൽക്കണ്ട. ഇനി നമുക്കിതിലേക്ക് പൊടികളായിട്ട് 1 ടീസ്പൂണോളം മല്ലിപ്പൊടിയും, 1 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും, പിന്നെ 1 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു പൊടിയിലേക്ക് പച്ച ചുവന്ന് മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് 1 കപ്പോളം നല്ല തിളച്ച വെള്ളവും കൂടെ ചേർത്തിട്ട് ഈ മീൻ കഷ്ണങ്ങളൊക്കെ വെച്ച് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിലൊന്ന് തിളപ്പിച്ചൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒഴിച്ച വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി ആ ഒരു മസാലയിലേക്ക് ആ മീനിൻ്റെ ടേസ്റ്റ് നന്നായിട്ടൊന്ന് ഇറങ്ങിയതിന് ശേഷം ഇതിലേക്ക് നല്ല കട്ടിയുള്ള 1.5 കപ്പ് തേങ്ങാപ്പാലാണ്. ഇവിടെ പൊടിയാണ് കേട്ടോ കലക്കെടുത്തത്. കോക്കനട്ട് മിൽക്ക് പൗഡറില്ലേ, അത് ചൂടുള്ള ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് വെച്ചാണ് കേട്ടോ. ആ ഒരു പൊടി, ആ ഒരു തേങ്ങാപ്പാൽ മൊത്തം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തെടുക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് ഉപ്പൊക്കെ നോക്കാം കേട്ടോ. ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ളൊരു തക്കാളിയിൽ അതും കൂടെ ചേർത്തിട്ട് അടച്ചൊന്ന് മാറ്റി വയ്ക്കാം. കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കറിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ചൂട് പൊറോട്ടയാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ടയാണ്. നല്ല സോഫ്റ്റും അതുപോലെ തന്നെ നല്ല ടേസ്റ്റൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പൊറോട്ടയുടെ റെസിപ്പി നമ്മൾ നേരത്തെ തന്നെ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കണേ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് താഴെ കമൻസ് ആയിട്ട് കൊടുക്കും. അപ്പോൾ നിങ്ങൾ യൂട്യൂബാണ് എൻ്റെ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്.